ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം അധ്യായം 2 ആഗ്നേന്ദ്ര മഹാരാജാവിൻ്റെ കർമ്മങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ. അപ്പോൾ കഴിഞ്ഞ ഈ ഒരു പഞ്ചമസ്കന്ധത്തിലെ ഈ ഒരു അധ്യായം 1 നമ്മൾ പ്രിയവ്രത മഹാരാജാവിൻ്റെ ചരിതം മനസ്സിലാക്കി. ഇനി ഇതിലെ അധ്യായം 2 അദ്ദേഹത്തിൻ്റെ മകൻ ആഗ്നേന്ദ്ര മഹാരാജാവിൻ്റെ ചരിതമാണ്, കർമ്മങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു അധ്യായമാണ് ഇത്, നമുക്ക് 2 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. ഇന്നും നാളെയും കൃത്യമായിട്ട് എല്ലാവരും സത്സംഗത്തിൽ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ശ്ലോകം 1, ശ്രീ ശുക ഉവാച. അപ്പോൾ നമുക്കറിയാം ശ്രീ ശുക ബ്രഹ്മർഷി ഇത് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ശ്രീ ശുക ബ്രഹ്മർഷി പറയുന്നു, കഴിഞ്ഞ അധ്യായത്തിൽ പ്രിയവ്രതൻ അങ്ങനെ ആത്മസാക്ഷാത്കാരം മുക്തിയെ പ്രാപിച്ചു എന്ന് പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ പുത്രന്മാരുടെ കഥ, അതിൽ ആഗ്നേന്ദ്ര രാജാവിൻ്റെ ചരിതമാണ്, കർമ്മമാണ് പറയുന്നത്. ഏവം പിതരി സപ്രവൃത്തെ തദനുശാസനെ വർത്തമാന ആഗ്നേന്ദ്രഃ ജംബൂദ്വീപൗകസഃ പ്രജാ ഔരസവത് ധർമ്മ അവേക്ഷമാണ പര്യഗോപായത്. ഇതിലെ വാക്കുകൾ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നല്ലോണം ശ്രദ്ധിക്കാം. ഏവം പിതരി സപ്രവൃത്തെ തദനുശാസനെ വർത്തമാന ആഗ്നേന്ദ്രഃ ജംബൂദ്വീപൗകസഃ പ്രജാ ഔരസവത് ധർമ്മ അവേക്ഷമാണഃ പര്യഗോപായത്. ഏവം ഇപ്രകാരം പിതരി തൻ്റെ പിതാവായ പ്രിയവ്രത മഹാരാജാവ് സപ്രവൃത്തെ ആത്മസാക്ഷാത്കാരത്തിനായിട്ട് പോയതിന് യാത്ര, ആ രാജ്യമൊക്കെ മക്കളെ ഭരണം ഏൽപ്പിച്ചു സാക്ഷാത്കാരത്തിന് ഭാര്യ കുടുംബം എല്ലാ ഐശ്വര്യങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം പോയത്. ആ പോയതിന് ശേഷം തദനുശാസനെ പിതാവിൻ്റെ ആജ്ഞയനുസരിച്ച് തദനുശാസനെ വർത്തമാനഃ ആ പിതാവിൻ്റെ ആ ശാസനത്തെ ആ നിർദ്ദേശത്തെ അനുസരിച്ചിട്ട് ആഗ്നേന്ദ്ര അദ്ദേഹത്തിൻ്റെ പുത്രൻ ആഗ്നേന്ദ്രൻ ജംബൂദ്വീപൗകസ ജംബൂദ്വീപിലെ താമസിച്ചിരുന്ന ജനങ്ങളെ ഔരസവത് സ്വന്തം മക്കളെ എന്ന പോലെ ധർമ്മ ആവേക്ഷമാണഃ ധാർമ്മിക തത്വങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പര്യഗോപായത് സംരക്ഷിച്ചു പോന്നു എന്ന്, അതായത് സമ്പൂർണമായും അവരെ സംരക്ഷിച്ചു എന്നാണ്. അപ്പം പിതാവായ പ്രിയവ്രത മഹാരാജാവ് മുക്തിക്കായിട്ട് എല്ലാം ഉപേക്ഷിച്ച് ആത്മസാക്ഷാത്കാരത്തിനായി യാത്ര പോയപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ആഗ്നേന്ദ്രൻ പിതാവിൻ്റെ നിർദ്ദേശത്തെ അനുസരിച്ചുകൊണ്ട് ജംബൂദ്വീപ്, നമ്മൾ മനസ്സിലാക്കിയിരുന്നു 7 ദ്വീപുകളായിട്ട് തിരിച്ചിരുന്നു അല്ലേ, ആ ഭൂമിയെ 7 ദ്വീപുകളായിട്ട് തിരിച്ചിരുന്നു. അതിൽ ജംബൂദ്വീപിലെ ജനങ്ങളെ സ്വന്തം മക്കളെ പോലെ അദ്ദേഹം സമ്പൂർണമായും സംരക്ഷിച്ചു പോന്നു എന്നാണ് പറയുന്നത്. ശ്ലോകം 2, സച കഥാചിത് പിതൃലോകകാമഃ സുരവര വനിത ദ്രോണ്യാം ഭഗവന്തം വിശ്വസൃജാം പതിം ആവൃത പരിചര്യ ഉപകരണ ആത്മ ഏകാഗ്രേണ തപസി ആരാധനയാം ബഭൂവ. ഇവിടെ പറയുന്നത് ആ ആഗ്നേന്ദ്ര രാജാവ് കഥാചിത് ഒരിക്കൽ പിതൃലോകം നേടണമെന്നു ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം ഭരിച്ചു പോരുമ്പോൾ ഈ ആഗ്നേന്ദ്രൻ രാജാവിനൊരു ആഗ്രഹം പിതൃലോകത്തിലേക്ക് എത്തിപ്പെടണമെന്ന്, പിതൃലോകം പ്രാപിക്കണമെന്നൊരാഗ്രഹം വന്നു. പിതൃലോകം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? ആരുണ്ടാവണം? പിതാവ് ആവുമ്പോഴല്ലേ പിതൃലോകം പ്രാപിക്കുക. അപ്പം ആരുണ്ടാവണം?
സന്താനങ്ങൾ ഉണ്ടാവണം അല്ലേ? സന്താനങ്ങൾ ഉണ്ടാവുമ്പോഴാണല്ലോ ഒരാൾ പിതാവ് അമ്മ സ്ത്രീ മാതാവുമാകുന്നത്. അപ്പോൾ പിതൃലോകം പ്രാപിക്കണമെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാവണം. അതിനായിട്ട് സുരവര വനിത ആക്രീഡ ചല ദ്രോണ്യാം. സുരവര അതായത് ദേവസ്ത്രീകൾ, അപ്സര സ്ത്രീകൾ, അവർ കളിക്കുന്ന ആ ക്രീഡ, അവരുടെ കളിസ്ഥലമായിട്ടുള്ള ആ ദ്രോണ്യാം അതായത് മന്ദരപർവ്വതത്തിൻ്റെ ആ താഴ്വരയിൽ ഭഗവന്തം വിശ്വസൃജം, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ ഭഗവാൻ ബ്രഹ്മദേവനെ ആ ബ്രഹ്മദേവനെ പര്യചര ഉപകരണ ആരാധിക്കാനുള്ള അതിനുള്ള പദാർത്ഥങ്ങൾ ആഭൃത എന്ന് വെച്ചാൽ ശേഖരിച്ചു കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിനെ ആരാധിക്കാനായിട്ട്, ഇപ്പം ബ്രഹ്മാവിനെ പൂജിക്കാനായിട്ട് വേണ്ട, പൂജയ്ക്ക് വേണ്ട, ആരാധനയ്ക്ക് വേണ്ട പദാർത്ഥങ്ങളൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്ന് ആത്മ ഏകാഗ്രേണ പൂജ ചെയ്ത് ഏകാഗ്രമായ മനസ്സോടെ തപസ്സി ആരാധനയാം ബഭു, തപസ് ചെയ്തുകൊണ്ട് ബ്രഹ്മാവിനെ ആരാധിച്ചു. അപ്പോൾ ആഗ്രഹം, അഗ്നീന്ദ്രൻ അങ്ങനെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കെ ആഗ്രഹം പിതൃലോകം നേടണമെന്നൊരാഗ്രഹം, അത് നേടണമെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാവണം. അപ്പം അതിനായിട്ട് ദേവസ്ത്രീകൾ ക്രീഡ ചെയ്യുന്ന ആ കളിക്കുന്ന സ്ഥലമായിട്ടുള്ള മന്ദരപർവ്വതത്തിൻ്റെ താഴ്വരയിൽ പോയിരുന്നിട്ട് അവിടെ വെച്ച് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മദേവനെ പൂജാതിദ്രവ്യങ്ങൾ അർപ്പിച്ചു പൂജിച്ചും ഏകാഗ്രമായ മനസ്സോടെ തപസ് ചെയ്തും ആരാധിച്ച് അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്താനായിട്ട്. ശ്ലോകം 3. തത് ഉപലഭ്യ. ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ ആരംഭത്തിൽ നിന്ന് തന്നെ അഗ്നീന്ദ്ര രാജാവ് മുക്തിയെ അല്ല, എല്ലാത്തിൽ നിന്നും വിരക്തമായ മനസ്സോടുകൂടി മുക്തി നേടണം, ആത്മസാക്ഷാത്കാരം പ്രാപിക്കണമെന്ന ആഗ്രഹമല്ല, ഊർധ്വലോകങ്ങളിൽ പിതൃലോകങ്ങളിൽ വസിക്കണം, പ്രാപിക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരാളായിരുന്നു അഗ്നീന്ദ്രൻ എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. തത് ഉപലഭ്യ ഭഗവാൻ ആദിപുരുഷ സദസി ഗായന്തീം പൂർവചിത്തീം നാമ അപ്സരസ അഭിയാഭയാം ആസ. തത് ഉപലഭ്യ, ഇത് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ ആദിപുരുഷ, ഭഗവാൻ ബ്രഹ്മദേവൻ സദസി, തൻ്റെ സദസ്സിൽ ഗായന്തി, ഗാനം ചെയ്യുന്ന പൂർവചിത്തീം നാമ, പൂർവചിത്തി എന്ന പേരുള്ള അപ്സര സ്ത്രീയെ അഭിയാഭയാം ആസ, ആ അഗ്നീന്ദ്രൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ഈ അപ്സര സ്ത്രീകൾ ക്രീഡ ചെയ്യുന്ന സ്ഥലമാണ് ഈ മന്ദരപർവ്വതത്തിൻ്റെ താഴ്വര. അപ്പോൾ അഗ്നേന്ദ്രൻ്റെ അടുത്തേക്ക് ബ്രഹ്മദേവന് മനസ്സിലായി അഗ്നേന്ദ്രൻ്റെ ആഗ്രഹം സന്താനലബ്ധിയാണ്, അങ്ങനെ പിതൃലോകം പ്രാപിക്കണമെന്നുള്ളതാണെന്ന് മനസ്സിലായപ്പോൾ ബ്രഹ്മദേവൻ തൻ്റെ സദസ്സിൽ ഗാനം ചെയ്യുന്ന പൂർവചിത്തി എന്ന പേരുള്ള അപ്സര സ്ത്രീയെ ആ സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. ശ്ലോകം 4. സാ ച തദാശ്രമ ഉപവനം വന അതിരമണീയം വിവിധ നിബിഡ വിഡബി വിഡബ നികര സംശ്ലിഷ്ട പുരടലത ആരൂഢ സ്ഥല വിഹംഗമ മിഥുനൈഃ പ്രോച്യമാന ശ്രുതിഭിഃ പ്രതിബോധ്യമാന സലില കുക്കുട കാരണ്ഡവ കളഹംസാദിഭിഃ വിചിത്രം ഉപകൂജിത അമല ജലാശയ കമലാകരം ഉപഭ്രാമ എന്നാണ് കേട്ടോ. ഉപഭ്രാമ എന്നൊരു വായിക്കാം. സാച തദാശ്രമ ഉപവനം വന അതിരമണീയം വിവിധ നിബിഡ വിഡബി വിഡബ നികര സംശ്ലിഷ്ട പുരട ലത ആരൂഢ സ്ഥല വിഹംഗമ മിഥുനൈ പ്രോച്യമാന ശ്രുതിഭിഃ പ്രതിബോധ്യമാന സലില കുക്കുട കാരണ്ഡവ കളഹംസാദിഭിഃ വിചിത്രം ഉപകൂജിത അമല ജലാശയ കമലാകരം ഉപഭ്രാമ. ഇതിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സ്ഥലത്തിൻ്റെ, അതായത് ഈ മന്ദരപർവ്വതത്തിൻ്റെ താഴ്വരയിലെ അഗ്നീന്ദ്രൻ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് ആ പൂർവ്വചിത്തി വന്നെത്തുന്നത് അപ്സര സ്ത്രീ. ആ സ്ഥലത്തിൻ്റെ ഭംഗിയാണ് ഈ പറയുന്നത് കേട്ടോ. സാച്ച എന്ന് വെച്ചാൽ അവൾ, തദാശ്രമ ഉപവനം, ആ ആശ്രമത്തിൻ്റെ ചുറ്റുമുള്ള വനം, അതായത് അഗ്നീന്ദ്രൻ തപസ് ചെയ്യുന്ന ആശ്രമത്തിൻ്റെ ചുറ്റുമുള്ള വനം, അതിരമണീയം, അത്യധികം മനോഹരമായ വനം. ഇനി അതിൻ്റെ പ്രത്യേകത പറയുന്നു. വിവിധ ശരിയാവുന്നില്ല.
വിവിധം വൈവിധ്യമാർന്ന നിബിഡം ഇടതിങ്ങിയ വടബി വൃക്ഷങ്ങൾ, അതോടൊപ്പം അതിൻ്റെ ആ വൃക്ഷങ്ങളുടെ വിടബ എന്ന് വെച്ചാൽ ശിഖരങ്ങളും ചില്ലകളും, അതിൻ്റെ നികര എന്ന് വെച്ചാൽ കൂട്ടങ്ങളാൽ സംശ്ലിഷ്ട ചേർന്ന്. അപ്പോൾ പല വിധത്തിലുള്ള ഇടതൂർന്ന് നിൽക്കുന്ന വൃക്ഷങ്ങൾ, അതിൻ്റെ ശിഖരങ്ങളും ചില്ലകളും ഒക്കെ കൂട്ടത്തോടെയുള്ള ശിഖരങ്ങളും അതിൻ്റെ ചില്ലകളോടും കൂടി ചേർന്ന പുരട എന്ന് വെച്ചാൽ സ്വർണ്ണ നിറമുള്ള ലത വള്ളിച്ചെടികളാൽ ആരൂഢ ഉയർന്നു പോകുന്ന, അപ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള അതുമക്കൂടെ പടർന്നു കയറിയിട്ടുള്ള വള്ളിച്ചെടികളും ഉണ്ടായിരുന്നു. അതിലെല്ലാം ഇരിക്കുന്ന സ്ഥലവിഹംഗമഹ എന്ന് വെച്ചാൽ ആ സ്ഥലവാസികളായിട്ടുള്ള കരപ്പക്ഷികൾ, അപ്പോൾ അവിടെ താമസിക്കുന്ന കരപ്പക്ഷികളും, അതാണ് സ്ഥലവിഹംഗമ. കരപ്പക്ഷികളുടെ മിഥുനൈ ഇണ ചേർന്നിരിക്കുന്ന കരപ്പക്ഷികളോട് കൂടിയ സ്ഥലം. അപ്പോൾ ആ സ്ഥലം പലതരത്തിലുള്ള വൃക്ഷങ്ങൾ വള്ളിച്ചെടികൾ ഇടതൂർന്നു നിൽക്കുന്നു. അതിൽ വസിക്കുന്ന കരപക്ഷികൾ ഇണകളായിട്ട് ചേർന്നിരിക്കുന്നു. അവയുടെ പ്രോജ്യമാന ശ്രുതിബിഹി അതിമനോഹരമായ ശബ്ദം അവിടെ ഇങ്ങനെ സ്പന്ദിക്കുന്നുണ്ടായിരുന്നു. ഈ പക്ഷികളുടെ ചിലക്കൽ ആ ശബ്ദം അവിടെ ഇങ്ങനെ സ്പന്ദിക്കുന്നുണ്ടായിരുന്നു. ഇനി അതിന് പ്രതിബോധ്യമാന, അതിന് പ്രതികരിച്ചുകൊണ്ട് ആ ശബ്ദത്തിന് തിരിച്ചു മറുപടി എന്നോണം സലില കുക്കുട, അതായത് ജലാശയങ്ങളിൽ അവിടെയുള്ള തടാകങ്ങളിലെ കുക്കുട എന്ന് വെച്ചാൽ കോഴികൾ, തടാകത്തിലുള്ള കുളക്കോഴികൾ, കാരണ്ടവ താറാവുകൾ, കളഹംസ നാനാതരം അരയന്നങ്ങൾ, ആദിബി മുതലായവൾ ജലാശയങ്ങളിലുണ്ട്. അവൾ വിചിത്രം വർണ്ണശബളമായിട്ടുള്ള പല നിറവർണ്ണങ്ങളിലുള്ള ഉപകൂജിത ശബ്ദം പുറപ്പെടുവിക്കുന്നു. അപ്പം ഇപ്പം പക്ഷികൾ, വൃക്ഷങ്ങളിൽ വസിക്കുന്ന പക്ഷികളുടെ ശബ്ദത്തിന്, ഇണചേർന്നിരിക്കുന്ന പക്ഷികളുടെ ശബ്ദത്തിന് മറുപടി എന്നോണം ജലാശയത്തിലുള്ള കുളക്കോഴികൾ, താറാവുകൾ, അരയന്നങ്ങൾ ഇവയുടെയൊക്കെ ശബ്ദങ്ങളും തിരിച്ചു വന്നിരുന്നു. അങ്ങനെ പരിശുദ്ധമായ ജലാശയം, ആ തടാകത്തിൽ കമല ആകരം താമരപ്പൂക്കൾ വിരിയുന്ന തടാകവും ഉണ്ടായിരുന്നു. ഇവയെല്ലാം ചേർന്ന ആ ആശ്രമത്തിൻ്റെ വനത്തിൽ, അതിമനോഹരമായ വനത്തിൽ സഹ അവൾ, അതായത് പൂർവ്വചിത്തി എന്ന അവൾ ഉപബ്രാഹ്മ പതുക്കെ ഇങ്ങനെ ചുറ്റി നടക്കാൻ തുടങ്ങി. അവൾ അവിടെ എത്തി ആ ആശ്രമത്തിന് ചുറ്റുമുള്ള വനത്തിൽ ചുറ്റി നടക്കാൻ തുടങ്ങി. ഇനി ശ്ലോകം 5. സമാധി അവസ്ഥയിൽ ലയിച്ചിരിക്കുകയായിരുന്ന അഗ്നീന്ദ്രൻ ചെറിയ ഒരു സ്ത്രീയുടെ കാലിലെ പാദസരത്തിൻ്റെ ചിലങ്കയുടെ ശബ്ദം കേട്ടപ്പോഴേക്കും ആ സമാധി അവസ്ഥയിൽ നിന്നും തിരിച്ച് ഉണർന്നു പോകുന്നു എന്ന് മനസ്സിലായ. അപ്പം അത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് പൂർണ്ണമായും ആ ആത്മാവിൽ അല്ലെങ്കിൽ ആ സമാധിയിൽ ലയിച്ചിരുന്നില്ല. ഒരുപാട് ആഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സമാധി അവസ്ഥയിൽ ഇരിക്കുന്ന അദ്ദേഹം ചെറിയ ആ ചിലങ്കയുടെ ശബ്ദം കേട്ടപ്പോഴേക്കും അതിൽ നിന്നും പുറത്തെത്തിയത്. ശ്ലോകം 5. തസ്യ സുലളിതഗമന പദവിന്യാസഗതി വിലാസയാ ച അനുപദം യമാന രുചിര ചരണാഭരണസ്വനം ഉപകർണ്യ നരദേവകുമാരഃ സമാധിയോഗേന ആമീലിത നയന നളിന മുകുളം യുഗളം ഈഷദ്വിഗച്ഛയ വ്യജഷ്ടഃ. തസ്യ അവളുടെ സുലളിത വളരെ സുന്ദരമായ ഗമനം, ആ നടത്തം, അതിലെ പദവിന്യാസഗതി, ആ നടത്തത്തിൻ്റെ കാലിങ്ങനെ വെക്കുന്ന ആ പദവിന്യാസത്തിൻ്റെ ഗതി വിലാസയ, ആ ഗതിക്കനുസരിച്ച് സഹ അവളുടെ അനുപദം, അവളുടെ ആ ഓരോ കാല് ഇങ്ങനെ വെക്കുന്ന ഓരോ അടിക്കും ഖന്ന യമാന രുചിര, ഖന്ന എന്ന് വെച്ചാൽ കിലുകിലുങ്ങുന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ട് രുചിര ചരണ വളരെ, അതായത് ആ ശബ്ദമുണ്ടാക്കുന്ന കാൽ ചരണാഭരണം എന്ന് വെച്ചാൽ രുചിര ചരണാഭരണം, അതിമനോഹരമായ കാൽ ചിലങ്കകൾ, അതിൻ്റെ സ്വനം, ആ ഒരു ശബ്ദം ഉപകർണ്യ കേട്ടിട്ട് നരദേവകുമാരഃ ആ രാജകുമാരൻ ആഗ്നേന്ദ്ര രാജാവ് സമാധിയോഗേന ആ സമാധി യോഗാവസ്ഥയിൽ ലയിച്ചിരിക്കുന്നതിൽ നിന്നും ആമീലിത പാതി തുറന്ന നയനം കണ്ണുകൾ, നളിനം താമരയുടെ മുകുളങ്ങൾ, താമരപ്പൂവിൻ്റെ മുകുളങ്ങൾ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പാതി തുറന്ന്, യുഗളം എന്ന് വെച്ചാൽ ജോഡി, അതായത് കണ്ണ് രണ്ടെണ്ണാണല്ലോ, അപ്പം 2 കണ്ണുകളും തുറന്ന് ഈശത് സാവധാനം വിഗച്ഛയ വ്യജഷ്ട, വിഗച്ഛയ എന്ന് വെച്ചാൽ തുറക്കുക, സാവധാനം തുറന്ന് വ്യജഷ്ട അവളെ കണ്ടു എന്ന്. അപ്പം
ആ പാദസരത്തിൻ്റെ കിലുക്കം കേട്ടപ്പോഴേക്കും സമാധി അവസ്ഥയിൽ നിന്ന് അദ്ദേഹം എഴുന്നേറ്റ് അവളെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആ ആഗ്രഹങ്ങൾ അവസാനിക്കുന്നില്ല. ഇതെല്ലാം പ്രകൃതി എന്നോണാണ്, പ്രകൃതി നിശ്ചയം എന്നോണാണ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു മോഹം, അതായത് പിതൃലോകം കാണണമെന്ന ആഗ്രഹം. അപ്പം അതിന് സന്താനലബ്ധി ഉണ്ടാവണം. അതിന് ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ഈ സമയം ആ മനസ്സറിഞ്ഞ് ബ്രഹ്മദേവൻ ആ പൂർവ്വചിത്തിയെ അങ്ങോട്ട് അയക്കുന്നു. അവളുടെ പാദസരങ്ങളുടെ കിലുക്കം, ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ സമാധി അവസ്ഥയിലിരിക്കുന്ന അദ്ദേഹം ആ അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് വന്ന് സാവധാനം കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. ഇനി നോക്കിയപ്പോൾ കണ്ട അവളുടെ ആ മനോഹാരിത, സ്ത്രീ സൗന്ദര്യമാണ് തുടർന്നുള്ള കുറച്ച് ശ്ലോകങ്ങളിൽ ഇനി വർണ്ണിക്കുന്നത്. ശ്ലോകം 6. താം ഏവ അവിദൂരെ മധുകരീം ഇവ സുമനസ ഉപജിംഗ്രന്ഥീം ദിവിജ മനുജ മനോനയന ആഹ്ലാദ ദുഃഖൈഃ ഗതിവിഹാര വ്രീഡാ വിനയ അവലോക സുസ്വരാക്ഷ അവയവൈഃ മനസീ നൃണാം കുസുമായുധസ്യ വിദദതീം വിവരം നിജമുഖ വിഗളിത അമൃതസവ സഹാസഭാഷണ ആമോദ മദാന്ത മധുകര നിഗരോപരോധനെ ദ്രുതപദവിന്യാസേന വൽഗുസ്പന്ദന സ്തന കലശ കബരഭാരരശനാം ദേവി തദ് അവലോകനേന വിവൃത അവസരസ്യ ഭഗവത മകരധ്വജസ്യ വശം ഉപനീതഃ ജഡവദ് ഇതി ഹ ഉവാച. ഒന്നുകൂടി വായിക്കണോ? താം ഏവ അവിദുരേ മധുകരീം ഇവ സുമനസ ഉപജിഗ്രന്ഥീം ദിവിജ മനുജ മനോനയന ആഹ്ലാദ ദുഃഖൈഃ ഗതിവിഹാര വ്രീഡാ വിനയ അവലോക സുസുരക്ഷ അവയവൈഃ മനസീ നൃണാം കുസുമായുധസ്യ വിദദതീം വിവരം നിജമുഖ വിഗളിത അമൃതാസവ സഹാസ ഭാഷണ ആമോദ മദാന്ത മധുകര നിഗരോപരോധേന ദ്രുതപദവിന്യാസേന വൽഗുസ്പന്ദന സ്തന കലശ കബരഭാരരശനാം ദേവി തദ് അവലോകനേന വിവൃത അവസരസ്യ ഭഗവത മകരധ്വജസ്യ വശമുപനീത ജഡവദ് ഇതി ഹ ഉവാച. വേറൊന്നുമല്ല, അവളുടെ ഭംഗിയെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. താം, അതായത് അവളെ അവിദൂര, കണ്ണ് തുറന്നപ്പോൾ, അഗ്നേന്ദ്ര മഹാരാജാവ് കണ്ണ് തുറന്നപ്പോൾ അവിദൂര, അത്ര ദൂരത്തല്ലാതെ അടുത്ത്, മധുകരീം ഇവ, ഒരു തേനീച്ചയെ പോലെ, സുമനസ ഉപജിഗ്രന്ഥി, സുന്ദരമായ പുഷ്പങ്ങളുടെ തേൻ കുടിക്കാൻ വന്നിരിക്കുന്ന ഒരു തേനീച്ചയെ പോലെ അവളെ കണ്ടു. ഇനി ആ കണ്ടപ്പോൾ ദിവിജ, അതായത് ദേവന്മാർക്കും, മനുജ, മനുഷ്യന്മാരുടെയും നയന, മനസ്സിനെയും കണ്ണുകളെയും ആഹ്ലാദം ദുഃഖൈക്കി, അതായത് ആഹ്ലാദം നൽകുന്ന, ദേവന്മാർക്കും മനുഷ്യർക്കും കണ്ണിനും മനസ്സിനും ആഹ്ലാദം നൽകുന്ന രീതിയിലുള്ള ഒരു രൂപം, ഒരു സ്ത്രീ രൂപമാണ് കണ്ടത്. അവൾ നിന്നിരുന്നത് വ്രീഡ, ലജ്ജയാൽ, വിനയത്താൽ, അവലോക, കടാക്ഷത്താൽ, വിഹാര, അതായത് അവളുടെ ഗതി എന്ന് വെച്ചാൽ അവളുടെ ആ ചലനങ്ങൾ, വിഹാരം, അവളുടെ ലീലകൾ, അവളുടെ വ്രീഡ, ലജ്ജ, വിനയം, അവലോകം, അവളുടെ ആ നോട്ടം, സുസ്വര അക്ഷരം, അവളുടെ സുസ്വരം, അവളുടെ മധുരമായ ശബ്ദം, അവയവം, അവളുടെ ശാരീരിക അവയവങ്ങൾ, ഇവയെല്ലാം ഒരു മനുഷ്യൻ്റെയോ ദേവൻ്റെയോ മനസ്സിനെ, കണ്ണുകൾക്കും മനസ്സിനും ആഹ്ലാദം നൽകുന്നതായിരുന്നു, അങ്ങനെയുള്ളതായിരുന്നു അവയെല്ലാം. അതാണ് പറയുന്നത്. ഇനി മനുഷ്യരുടെ കുസുമ ആയുധസ്യ, അതായത് ഒരു സാധാരണ മനുഷ്യൻ, ഒരു ലൗകിക ജീവിതം നയിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ കുസുമ ആയുധസ്യ എന്ന് വെച്ചാൽ കാമദേവൻ്റെ വിദതിയും വിവരം, കാമദേവന് ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്നു വരാനുള്ള ഒരു വഴി ഇടുന്നതായിരുന്നു ആ കാഴ്ച എന്ന്. അതായത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ കാമവികാരത്തെ ഉണർത്തുന്നതായിരുന്നു അതിമനോഹരമായ അവളുടെ ചലനം, അവളുടെ നോട്ടം, അവളുടെ ആ മധുരമായ വാക്കുകൾ, ഇതെല്ലാം, അവളുടെ ലജ്ജ, ഇതെല്ലാം ഒരു സാധാരണ ലൗകിക ജീവിതം നയിക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് കാമദേവൻ കടന്നു വരാനുള്ള വഴി ഒരുക്കുന്നതായിരുന്നു. അതാണ് വിദതിയും വിവരം. അതായത് ആ ഒരു
വഴിയെ ആ ഒരു കാമദേവന് കടന്നു വരാനുള്ള ഒരു വഴിയെ നിർമ്മിക്കുക. വിദധതീം എന്ന് വെച്ചാൽ നിർമ്മിക്കുന്നതായിരുന്നു. ഇനി നിജമുഖം, അവളുടെ സ്വന്തം മുഖത്ത് നിന്നും വിദളിത എന്ന് വെച്ചാൽ സ്വന്തം മുഖത്ത് നിന്നും വികളിതം എന്ന് വെച്ചാൽ പുറത്തേക്ക് വരുന്ന അമൃത ആസവം, അമൃത തുല്യമായ മധു, ആ വാക്കുകളുടെ സഹാസം, അവളുടെ മന്ദഹാസം, അതുപോലെ ഭാഷണം, അവളുടെ വാക്കുകൾ, ആമോദം, ഇവയെല്ലാം ആസ്വദിക്കാനായിട്ട് മത അന്ധ, ലഹരി മൂത്ത അന്ധരായിട്ടുള്ള മധുകര തേനീച്ചകൾ നികര സംഘം ചേർന്നിട്ട് ഉപരോധേന അവൾക്ക് ചുറ്റും നടന്നപ്പോൾ ദ്രുത വളരെ തിടുക്കത്തിൽ പദവിന്യാസേന വേഗം നടന്നുകൊണ്ട് അവൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, അതായത് അവളുടെ മനോഹരമായ വാക്കുകൾ, അവളുടെ ശബ്ദമാകുന്ന വായിൽ നിന്നും വരുന്ന ആ തേൻ നുകരാനായിട്ട് അത്രയ്ക്കും മനോഹരമായിരുന്നു ആ ശബ്ദം. അതുപോലെ അവളുടെ വാക്കുകൾ, അമൃതതുല്യമായ അവളുടെ പുഞ്ചിരി, ഇത് നുകരാനായിട്ട് തേനീച്ചകൾ കൂട്ടം കൂട്ടമായിട്ട് അവൾക്ക് ചുറ്റും ഇങ്ങനെ ചുറ്റി പറന്നപ്പോൾ അവയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ വേഗം നടന്നു. അതാണ് അദ്രുതം. തിടുക്കത്തിൽ പദവിന്യാസേന, വേഗത്തിൽ പാദം വെച്ച് നടന്നു. അപ്പോൾ വളരെ ആ നടത്തത്തിൽ സ്പന്ദനം, ചലിക്കുന്ന സ്തനങ്ങളോടുകൂടിയതും കലശം എന്ന് വെച്ചാൽ കുടം പോലെയുള്ള സ്തനങ്ങളോടുകൂടിയവളും ഖബരം എന്ന് വെച്ചാൽ അവളുടെ മുടി, തലമുടിയുടെ അനക്കം, ഇനി രശന എന്ന് വെച്ചാൽ അരക്കെട്ട്. അപ്പോൾ അവൾ ആ വേഗത്തിൽ നടന്നപ്പോഴുള്ള അരക്കെട്ട്, അവളുടെ മുടി, അവളുടെ സ്തനങ്ങൾ, അതിൻ്റെയൊക്കെ ഭംഗി, തത് അവലോകനേന അവളെ കാണുന്നതോടു കൂടിയിട്ട് വിവൃത അവസരസ്യ, അതായത് അവളെ കണ്ടപ്പോൾ അങ്ങനെയുള്ള അവളെ കണ്ടപ്പോൾ ഇതൊരു അവസരം തന്നെ, അതായത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ കാമവികാരം ഉണർന്നപ്പോൾ അതൊരു അവസരം തന്നെയാണെന്ന് തോന്നിയ അദ്ദേഹം ഭഗവത മകരധ്വജസ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാൻ മകരധ്വജസ്യ എന്ന് പറഞ്ഞാൽ കാമദേവന്റെ വശം എന്ന് വെച്ചാൽ നിയന്ത്രണത്തിൽ പെട്ടു എന്ന്, അതോടുകൂടിയിട്ട് ആഗ്നേന്ദ്രൻ അങ്ങനെ ആ നിയന്ത്രണത്തിൽ ഉപനീത അകപ്പെട്ടു പോയ അദ്ദേഹം ജഡവത്ത് എന്ന് വെച്ചാൽ ഒരു ജഡം പോലെ, അറിയേണ്ടതിനെ അറിയാതെ ജീവിക്കുന്ന എന്ന് പറഞ്ഞാൽ ജഡം പോലെ ജീവിക്കുക. അതായത് ശരീരമാണ് ഞാനെന്ന് വിചാരിക്കുന്ന ഈ ശരീരം ഒരു ജഡവസ്തു ആണല്ലോ, അങ്ങനെ ഒരു ജഡം പോലെ ജീവിക്കുന്ന ഒരു ലൗകികനെ പോലെ, എന്നാൽ സമാധി അവസ്ഥയിലേക്ക് ലയിച്ച ആളാണെന്ന് ഓർക്കണം. എന്നിട്ട് പോലും ഒരു ലൗകികനെ പോലെ, ഒരു ജഡവത്, അങ്ങനെ ഒരു ലൗകികനെ പോലെ ഇപ്രകാരം ഹ ഉവാച അവളോട് പറഞ്ഞു എന്ന്. അപ്പോൾ അവളുടെ മനോഹരമായ ആ സൗന്ദര്യം കണ്ടിട്ട് ആ സമാധിയിൽ നിന്ന് ആ കാൽച്ചിലമ്പിൻ്റെ ശബ്ദം കേട്ടപ്പോഴേക്കും അദ്ദേഹം ഉണർന്നു. അത്രയേ ഉള്ളൂ ആ സമാധിയുടെ ആഴം എന്നർത്ഥം. എന്നിട്ട് അവളുടെ ആ കണ്ണ് തുറന്നപ്പോൾ കണ്ട ആ മനോഹരമായ രൂപ സൗന്ദര്യവും ആ വണ്ടുകൾ ചുറ്റിപ്പറന്നപ്പോൾ അവൾ ഓടി നടന്നപ്പോഴുള്ള അവളുടെ ശരീരാവയവങ്ങളും കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ കാമവികാരം ഉണർന്നു എന്നും, അങ്ങനെ ഒരു സമാധി അവസ്ഥയിൽ ലയിച്ച അത്രയും യോഗാവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞവനായിരുന്നിട്ട് പോലും ആ ധാർമ്മിക മൂല്യങ്ങളൊക്കെ പരിപാലിച്ച് ആ ജംബുദ്വീപ് ഭരിച്ചിരുന്ന രാജാവായിരുന്നിട്ട് പോലും ഒരു സാധാരണ ലൗകികനെ പോലെ, നിയന്ത്രണം നഷ്ടപ്പെട്ടവനെ പോലെ അവളോട് പറഞ്ഞു. ഇനി രാജാവ് അവളോട് പറഞ്ഞ ഭാഷകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന് എന്തുമാത്രം മനസ്സ് ചഞ്ചലപ്പെട്ടു എന്നുള്ളത്. ശ്ലോകം 7. കാത്വം ചികീർഷസി ചകിം മുനിവര്യ ശൈലേ മായ അസി കാ അഭി ഭഗവത് പരദേവതായ വിജ്യേ ബിബർഷി ധനുഷി സുഹൃദാത്മന അർത്ഥേ കിം വാ മൃഗാൻ മൃഗയസേ വിപിനെ പ്രമത്താൻ. അതായത് ഇവിടെ വിളിക്കുന്നത് കേട്ടോ, മുനിവര്യാന്ന്. മുനിവര്യ എന്ന് വിളിക്കുന്നത് ആരെയായിരിക്കും? സാധാരണ സ്ത്രീകളെയല്ല അല്ലേ, ഒരു മുനിശ്രേഷ്ഠ എന്നാണ്. അതായത് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു അപ്സര സ്ത്രീ ആണെന്നും അവളുടെ സൗന്ദര്യവും ഒക്കെ കണ്ട് മതിമറന്നു പോയ ആഗ്നേന്ദ്ര രാജാവ് അതൊക്കെ അറിയാഞ്ഞിട്ട് പോലും അതറിയാത്തതുപോലെ ഉള്ളിൽ മൂടി വെച്ചിട്ട് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഏതോ ഒരു മുനിവര്യനാണോ എന്ന് തനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് അവൾക്ക് തോന്നിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഒരു കപടനാട്യം കാണിച്ചിട്ട്, ഞാനൊന്നും അറിയാത്തവനാണ്, ഇതൊരു സ്ത്രീയാണെന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അത്രയ്ക്കും സമാധി അവസ്ഥയിലൊക്കെ ഇരിക്കുന്ന ഒരു യോഗിയാകുമ്പോൾ ഒരു സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ എന്ന് അവൾക്ക് തോന്നിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവിടെ ഒരു കപടത കാണിച്ചുകൊണ്ട്, അല്ലയോ മുനിവര്യ എന്നാണ് അവളെ ആദ്യം വിളിക്കുന്നത്. എന്നിട്ട് പറയാണ് കാത്വം, നീ ആരാണ്? എന്നിട്ട് പറയാണ് ശൈലേ, ഈ മലയിൽ
ചികീർഷസി ചക്കിം, നീ എന്ത് ചെയ്യാനാണ് ഇവിടെ വന്നത്? ഈ ഒരു മന്ദരപർവ്വതത്തിൻ്റെ താഴ്വരയിൽ എന്ത് ചെയ്യാനാണ് വന്നത്? നീ ആരാണ് മുനിവര്യ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇനി ഭഗവത് പരദേവതായ, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭഗവാന്റെ മായ അസി കാ അഭി, മായയാണോ ഇത്? ഇത് യഥാർത്ഥത്തിലല്ലേ? ഇനി ഇങ്ങനെ ഒരാൾ എൻ്റെ മുന്നിലില്ലേ? ഇത് ഭഗവാന്റെ മായയാണോ? ഇനി പറയാണ് വിജ്യേ, വിജ്യ എന്ന് വെച്ചാൽ അസ്ത്രങ്ങളില്ലാത്ത, ബിബർഷി ധനുഷി, 2 വില്ലുകൾ, അതായത് അവളുടെ കൺപുരികങ്ങളെയാണ്, വില്ല് പോലെ നിൽക്കുന്ന പുരികങ്ങളെ വർണ്ണിക്കുകയാണ് കേട്ടോ. അസ്ത്രങ്ങളില്ലാത്ത ധനുഷി, 2 വില്ലുകൾ പോലെ നീ, ബിബർഷി എന്ന് വെച്ചാൽ നീ വഹിക്കുന്ന, ആ വഹിച്ചുകൊണ്ടിരിക്കുന്ന ആ പുരികങ്ങൾ, സുഹൃദ് എന്ന് വെച്ചാൽ അല്ലയോ സുഹൃത്തെ, ആത്മനാർത്ഥേ, നിന്റെ ആത്മരക്ഷാർത്ഥമാണോ ഈ പുരികക്കൊടികൾ ഇങ്ങനെ ഉള്ളത് എന്ന്. അസ്ത്രമില്ലാത്ത 2 വില്ല് പോലെയാണ് നിന്റെ പുരികക്കൊടികൾ. അത് നിന്റെ ആത്മരക്ഷാർത്ഥമാണോ ഈ പുരികക്കൊടികൾ? നിന്റെ സ്വയം നീ രക്ഷിക്കാൻ വേണ്ടിയാണോ ഈ പുരികക്കൊടികൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? ഇനി ചോദിക്കുകയാണ് പ്രമത്താൻ. പ്രമത്താൻ എന്ന് വെച്ചാൽ ഭ്രാന്ത് പിടിച്ചവനെ പോലെ, വിപിനെ, ഈ വനത്തിൽ മൃഗാൻ, എന്നെ പോലെ ഒരു ഭ്രാന്ത്, അവളെ കണ്ട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ആഗ്നേന്ദ്രന്. അപ്പം എന്നെ പോലെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഈ വനത്തിലുള്ള മൃഗങ്ങളെ, മൃഗയസെ, വേട്ടയാടാനാണോ കിംവ, നീ ഇവിടെ വന്നത്? ഈ പുരികക്കൊടികൾ അതിനുള്ളതാണോ എന്ന്. ആ പുരികക്കൊടികളെ വർണ്ണിച്ചുകൊണ്ടാണ് പറയുന്നത്. വില്ല് പോലെ നിൽക്കുന്ന, അസ്ത്രങ്ങളില്ലാത്ത വില്ല് പോലെ നിൽക്കുന്ന പുരികക്കൊടികൾ നിന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണോ, അതോ നിന്നെ കണ്ട് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന എന്നെ പോലെയുള്ള അതുപോലത്തെ മാനസികാവസ്ഥയിലുള്ള മൃഗങ്ങളെ വേട്ടയാടി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വില്ലുകളാണോ നിന്റെ കയ്യിലുള്ള ഈ പുരികക്കൊടികൾ എന്ന് ആ പുരികക്കൊടികളുടെ വളഞ്ഞിരിക്കുന്ന പുരികക്കൊടികളുടെ മനോഹാരിതയെ കണ്ടിട്ട് ചോദിക്കുകയാണെന്ന് ആലോചിക്കണം. അപ്പോൾ ആ ഒരു യോഗാവസ്ഥയിൽ ഇരുന്ന് എണീറ്റ ഒരു യോഗിയാണ് ഇങ്ങനെ വർണ്ണിക്കുന്നത് ഒരു സ്ത്രീയെ നോക്കിയിട്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്രമാത്രം താഴേക്ക് അധപതിച്ചു എന്ന് നോക്കും. അങ്ങനെയാണ് അദ്ദേഹം അവളോട് സംസാരിച്ചത്. ഇനി തുടർന്നും അവളുടെ മനോഹാരിതയെ വർണ്ണിക്കുന്നതാണ് ശ്ലോകം 8. ബാണൗ ഇമൗ ഭഗവതഃ ശതപത്രപത്രൗ ശാന്തൗ അഭുംഗരുചിരൗ അതിദിഗ്മദന്തൗ കസ്മൈ യുയുങ്ഷസി വനേ വിചരന്ന വിദ്മാ ക്ഷേമായ നഃ ജഡധിയാം തവ വിക്രമഃ അസ്തു. ബാണൗ ഇമൗ, അവളുടെ ആ കണ്ണിൻ്റെ നോട്ടം ഉണ്ടല്ലോ, ഈ അഗ്നേന്ദ്രനെ നോക്കി അവളുടെ നോട്ടം, ആ കണ്ണോട്ടം, അതിനെയാണ് കേട്ടോ വർണ്ണിക്കുന്നത്. ബാണൗ ഇമൗ, ആ 2 ശരങ്ങൾ അയച്ചതുപോലെയാണ്, ശരങ്ങൾ പോലെയുള്ള ആ നോട്ടം. ഭഗവതഃ എന്നാണ് വിളിക്കുന്നത് അവളെ, അതായത് മുനിശ്രേഷ്ഠ എന്നാണല്ലോ ആദ്യം വിളിച്ചത്. അപ്പോൾ ഭഗവതഃ എന്ന് വെച്ചാൽ ഒരു ബഹുമാനത്തോടെ, അങ്ങയുടെ എന്നർത്ഥത്തിലാണ് അങ്ങനെ വിളിക്കുന്നത്. അങ്ങയുടെ ആ ബാണൗ ഇമൗ, ആ 2 ശരങ്ങൾ പോലെയുള്ള ആ നോട്ടം. ശതപത്രപത്രവും, അതായത് ശതപത്രം, 100 കണക്കിന് ഇതളുകളോട് കൂടിയ താമരപ്പൂ പോലെയുള്ള തൂവലുകൾ, കൺപീലികളുള്ള ശാന്തമായിട്ടുള്ള അപുംക എന്ന് വെച്ചാൽ ഒരു അസ്ത്രമില്ലാത്ത രുചിരവ് എന്ന് വെച്ചാൽ വളരെ സുന്ദരമായിട്ടുള്ള അതിതിഗ്മദന്തവും, കൂർത്ത മുനയുള്ള ആ ഒരു കണ്ണുകളുടെ ആ നോട്ടം, അതിനെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അപ്പോൾ താമരയുടെ 100 കണക്കിന് ഇതളോട് കൂടിയ താമരയുടെ ഇതളുകൾ പോലെ, അല്ലെങ്കിൽ ആ താമര പോലെയുള്ള തൂവലുകൾ, പീലികളോട് കൂടിയ കണ്ണ്, ശാന്തമായ കണ്ണ്, അസ്ത്രങ്ങളില്ലാത്ത വളരെ സുന്ദരമായിട്ടുള്ള കൂർത്ത മുനയോട് കൂടിയിട്ടുള്ള ആ കണ്ണുകളുടെ നോട്ടം, അതിനെയാണ് വർണ്ണിക്കുന്നത്. ശരങ്ങൾ അയച്ചതുപോലെയാണെന്ന് ആ നോട്ടം. അങ്ങനെയുള്ള ആ നോട്ടം കസ്മൈ യുയുങ്ഷസി, ആരുടെ, കസ്മി എന്ന് വെച്ചാൽ ആരുടെ, യുയുങ്ഷസി എന്ന് വെച്ചാൽ ആരുടെ മേൽ തുളച്ചു കയറാനാണ്, ആ നോട്ടമാകുന്ന ശരങ്ങൾ ആരുടെ മേൽ തുളച്ചു കയറ്റാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് വനേ വിചരൻ, ഈ വനത്തിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്. എന്നാ വിത്മ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി എന്ത് തന്നെയാണെങ്കിലും തവ, എന്നെ പോലെയുള്ള ജഡതിയാം, അതായത് ഈ ലൗകിക ജീവിതം, ലൗകിക ആസക്തിയിൽ ഇരിക്കുന്നവരുടെ ഞങ്ങളുടെ ക്ഷേമത്തിനായിരിക്കണം വിക്രമഃ അസ്തു, ഈ വനത്തിൽ ഉലാത്തുന്നത്, നീ ഇതുപോലെ ഈ വനത്തിൽ വന്ന് ഉലാത്തുന്നത്, ഇങ്ങനെ നോക്കുന്നതൊക്കെ ഞങ്ങളെപ്പോലെയുള്ള ജഡത്തിന് തുല്യമായി ജീവിക്കുന്ന ലൗകിക ആസക്തിയോടുകൂടിയുള്ളവരുടെ ക്ഷേമത്തിനായിരിക്കണം. ആരുടെ നേർക്ക് ആ നോട്ടത്തെ പായിക്കാൻ, നോട്ടമാകുന്ന ശരത്തെ പായിക്കാനാണ് ഈ കാട്ടിൽ കിടന്ന് നീ ഇങ്ങനെ നടക്കുന്നത്, ചുറ്റിത്തിരിയുന്നത്? എനിക്കറിയുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും എന്നെപ്പോലെയുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണം ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ അവളോട് വർണ്ണിക്കുകയാണ്.
ഇനി ശ്ലോകം 9. ശിഷ്യ ഇമേ ഭഗവതഃ പരിതഃ പഠന്തി ഗായന്തി സാമ സരഹസ്യം അജസ്രം ഈശം യുഷ്മദ് ശിഖാവിലുളിത സുമനഃ അഭിവൃഷ്ടി സർവേ ഭജന്തി ഋഷിഗണ ഇവ വേദശാഖ. ഇനി പറയുന്നത് അവളുടെ ചുറ്റും ഇങ്ങനെ മൂളി നടക്കുന്ന വണ്ടുകൾ, അവളുടെ പിന്നാലെ ഇങ്ങനെ ചുറ്റുമായിട്ടും വണ്ടുകൾ, തേനീച്ചകൾ ഇങ്ങനെ കൂട്ടമായി നടക്കുന്നുണ്ട്. അതിനെയാണ് വർണ്ണിക്കുന്നത്. ഭഗവതഃ അങ്ങയുടെ ശിഷ്യേ ഇമ, ഈ ശിഷ്യരെ പോലെ ഒരു ഗുരുവിൻ്റെ പിന്നാലെ ശിഷ്യന്മാർ നടക്കുന്നത് പോലെ, അതാണ് ആ പറയുന്നത്. അങ്ങയുടെ ശിഷ്യഗണങ്ങളെ പോലെ പരിതഃ ചുറ്റും കൂടിയിട്ട് പഠന്തി ചൊല്ലുന്നു, ഗായന്തി പാടുന്നു, സാമ സ രഹസ്യം അതായത് സാമഗീതം പാടുക. ഒരു ഗുരുവിൻ്റെ പിന്നാലെ ഗുരു പഠിപ്പിച്ചു കൊടുത്ത സാമഗീതം ആ ശിഷ്യന്മാർ പാടി നടക്കുന്നത് പോലെ നിനക്ക് ചുറ്റും വണ്ടുകൾ ഇങ്ങനെ ചുറ്റിക്കടങ്ങി സാമഗീതം ചൊല്ലുന്നത് പോലെ മൂളിപ്പാട്ടുകൾ, വണ്ടുകൾ മൂളിപ്പാട്ട് പാടുന്നു. അജസ്രം ഈശം അവരുടെ ഈശ്വരനായിട്ടുള്ള, അജസ്രം എന്ന് വെച്ചാൽ ഇടതടവില്ലാതെ മുടങ്ങാതെ പാടുന്നു. ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത സാമഗീതത്തെ അവരുടെ ഈശ്വരനായിട്ടുള്ള ഗുരുവിൻ്റെ ചുറ്റും നടന്ന് ഇങ്ങനെ ഇടതടവില്ലാതെ ആ സാമഗീതം ചൊല്ലുകയും പാടുകയും ചെയ്യുന്ന ശിഷ്യന്മാരെ പോലെ വണ്ടുകളുടെ രാജാവായിട്ടുള്ള നിനക്ക് ചുറ്റും വണ്ടുകൾ, അവരുടെ ഈശ്വരനായിട്ടുള്ള അങ്ങയുടെ ചുറ്റും വണ്ടുകൾ ഇങ്ങനെ മൂളിപ്പാട്ട് പാടി ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നു. യുഷ്മത് ശിഖ വിലുളിത അതായത് നിന്റെ തലമുടിക്കെട്ട് ഇങ്ങനെ അഴിഞ്ഞു വീഴുമ്പോൾ സുമനോ അഭിവൃഷ്ടി അതിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്ന മുടിക്കെട്ടിൽ വെച്ചിരിക്കുന്ന പുഷ്പങ്ങൾ താഴേക്ക് വീഴുമ്പോൾ സർവേ ഭജന്തി ഈ തേനീച്ചകൾ ആ പുഷ്പങ്ങളെ ഓടിപ്പോയി അങ്ങ് എടുക്കുന്നു. അതിന്നിട്ട് ഒരു ഉദാഹരണം പറയാണ്. ഋഷിഗണങ്ങൾ ഇവ വേദശാഖ വേദമന്ത്രങ്ങളെ എങ്ങനെ സ്വീകരിക്കുന്നു, ഋഷിഗണങ്ങൾ ഇങ്ങനെ ഓടിച്ചെന്ന് ഓരോ വേദമന്ത്രങ്ങളെയും സ്വീകരിക്കുന്നത് പോലെ അത്രയും ആഗ്രഹത്തോടെ നിന്റെ മുടിക്കെട്ട് അഴിഞ്ഞു വീഴുമ്പോൾ അതിൽ നിന്നും വീഴുന്ന പുഷ്പങ്ങളെ എടുക്കാനായിട്ട് വണ്ടുകൾ അതിന് ചുറ്റും നടന്ന് ആ വണ്ടുകൾ ആ പുഷ്പങ്ങളെ സ്വീകരിക്കുന്നു. ഇത് ഋഷിഗണങ്ങൾ വേദമന്ത്രങ്ങളെ സ്വീകരിക്കുന്നത് പോലെ വീഴുമ്പോഴേക്കും ഓരോ വേദവാക്കുകളും അവരെ എങ്ങനെ സ്വീകരിക്കുന്നു അതുപോലെയായിരുന്നു നിനക്ക് ചുറ്റും വണ്ടുകൾ പാറി നടക്കുന്നത്. ഇനി ശ്ലോകം 10. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാം ആ ഒരു സമാധിയിലിരുന്ന ഒരു യോഗിയാണ് ഈ പറയുന്നത് എന്നിട്ടോ. ശ്ലോകം 10. വാചം പരം ചരണപഞ്ചര തിത്തിരീണാം ബ്രഹ്മൻ അരൂപമുഖരാം ശൃണവാമ തുഭ്യം ലബ്ധ കദംബരുചി അംഗവിഡംഗബിംബേ യസ്യാം അലാദപരിധി ക്വ ച വൽക്കലം തേ. ഇനി അവളുടെ മനോഹരമായ ശബ്ദത്തെ വർണ്ണിക്കുന്നതാണ് ശ്ലോകം 10. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രാഹ്മണ, ഇപ്പോഴും ആ കള്ളത്തരം തന്നെയാണ് കാണിക്കുന്നത്. സ്ത്രീയാണെന്നൊന്നും മനസ്സിലാവാത്ത പോലെ, അല്ലയോ ബ്രാഹ്മണ, വാചം പരം നിന്റെ ആ നല്ല ശബ്ദം, ചരണ പഞ്ചര തിത്തിരീണാം വാക്കുകളെയല്ല, ചരണപഞ്ചരം കാലിലെ പാദങ്ങളിൽ കെട്ടിയിട്ടിട്ടുള്ള ആ ചിലങ്കയിൽ നിന്നും വരുന്ന തിത്തിരീണാം എന്ന് വെച്ചാൽ തിത്തിരി പക്ഷികൾ, അതായത് ആ ചിലങ്കയുടെ മണിനാദത്തെയാണ് പക്ഷികളോട് ഉപമിക്കുന്നത്. പാദങ്ങളിലുള്ള ചിലങ്കയുടെ മണിനാദം, അതിനെ തിത്തിരി പക്ഷികളുടെ അരൂപ മണിനാദം എന്ന് പറയുമ്പോൾ നമുക്ക് ആ നാദം കാണാൻ പറ്റില്ലല്ലോ. രൂപരഹിതമായിട്ടുള്ള മുഖരാം, വളരെ സ്പഷ്ടമായിട്ട് വേറിട്ട് കേൾക്കാൻ കഴിയുന്ന ആ വാചം പരം, അവയുടെ ആ ചിലങ്കയുടെ ശബ്ദം, അത് ശൃണവാമ ഞാൻ കേൾക്കുന്നു എന്ന്. അതാണ് ആ പറഞ്ഞത്. നിന്റെ പാദങ്ങൾ, ആ ശബ്ദം കേട്ടിട്ടാണല്ലോ അദ്ദേഹം സമാധിയിൽ നിന്ന് ഉണർന്നത്. നിന്റെ പാദങ്ങളിലെ ചിലങ്കകളിൽ ഇരിക്കുന്ന തിത്തിരി പക്ഷികളിൽ നിന്നും അവരുണ്ടാക്കുന്ന കാണാൻ കഴിയാത്ത അതിമനോഹരമായ ആ ശബ്ദത്തെയാണ് ഞാൻ കേൾക്കുന്നത്. ലബ്ധ അതെനിക്ക് കേൾക്കാൻ സാധിച്ചു. കദംബ രുചി അതായത് കദംബ പുഷ്പം പോലെ രുചിഹി മനോഹരമായ നിറത്തോടു കൂടിയ അംഗവിഡംഗബിംബേ അതായത് നല്ല വൃത്താകൃതിയിലുള്ള സുന്ദരമായ അരക്കെട്ടും യസ്യാം അതിൽ ആ അരക്കെട്ടിൽ വെച്ചിരിക്കുന്ന അലാടപരിധിഹി അതായത് ആ അരക്കച്ചയില്ലേ അതിനെയാണ് പറയുന്നത് അലാടപരിധി എന്ന് വെച്ചാൽ തീക്കനലിനാൽ ചുറ്റപ്പെട്ടത്. തീക്കനലെടുത്തിട്ട് ഇങ്ങനെ ചുറ്റുമ്പോൾ
വൃത്താകൃതിയിൽ ചുറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ കാണാം അതിൻ്റെ ഒരു പ്രകാശ വലയം അവിടെ ഇങ്ങനെ വൃത്താകൃതിയിൽ നിൽക്കുന്നത് അല്ലേ. തീക്കനലിട്ട് വൃത്താകൃതിയിൽ ഇങ്ങനെ ചുറ്റുമ്പോൾ ആ കനലിൻ്റെ ഒരു പ്രകാശ വലയം ആ വൃത്താകൃതിയിൽ നിൽക്കുന്നത് പോലെ അവളുടെ മനോഹരമായ അരക്കെട്ടിൽ ചുറ്റിയിട്ടുള്ള അരക്കച്ച ഒരു പ്രകാശം പോലെ ഇങ്ങനെ ശോഭിക്കുകയാണ്. എങ്കിൽ പോലും എവിടെയാണ് വൽക്കലം മറയ്ക്കുന്ന വസ്ത്രം തേ നിന്റെ, അതായത് നീ എങ്കിൽ പോലും നീ ഇങ്ങോട്ട് വരുമ്പോൾ നിന്റെ അതായത് ധാരാളം വസ്ത്രം എടുത്ത് ശരിയായ രീതിയിൽ നിന്റെ ശരീരത്തെ മറച്ചിട്ടില്ലാന്ന്. അപ്പം അത് മറന്നുപോയോ എന്നാണ് ആ ചോദിക്കുന്നത്. എവിടെ പോയി? നിന്റെ അരക്കച്ച പൂർണ്ണമായ രൂപത്തിലില്ല, പാതി വസ്ത്രമേ ഉള്ളൂ, അപ്പം അതെവിടെ പോയി എന്നും ചോദിക്കുകയാണ്. അപ്പോൾ ആ പാദസരത്തിൻ്റെ മണിനാദവും അരക്കെട്ടിനെയാണ് ആ ശ്ലോകത്തിലൂടെ വർണ്ണിച്ചത്. ഇനി ശ്ലോകം 11. കിം സംവൃതം രുചിരയോः ദ്വിജശൃംഗയോ തേ മധ്യേ കൃഷി വഹസി യത്ര ദൃശി ശ്രിതാ മേ പങ്ക അരുണ സുരഭി ആത്മവിഷാണ ഈദൃങ് യേനാശ്രമം സുഭഗഃ മേ സുരഭീകരോഷി. കിം സംവൃതം, എന്താണ് നിറച്ചിരിക്കുന്നത് എന്ന്, അതായത് അവളുടെ മാറിടങ്ങളെയാണ് വർണ്ണിക്കുന്നത്. രുചിരയോഹോ, മനോഹരമായ. ദ്വിജ, അപ്പോഴും ദ്വിജ എന്നാണ് വിളിക്കുന്നത്, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ. ശൃംഗയോ തേ, നിന്റെ അങ്ങത്തെ എന്ന് വെച്ചാൽ അങ്ങയുടെ ഒരു മല പോലെ നിൽക്കുന്ന അങ്ങയുടെ ഈ മാറിടങ്ങളിൽ എന്താണ് നിറച്ചിരിക്കുന്നത്? മധ്യേ, ഇനി അങ്ങയുടെ മധ്യഭാഗത്ത്, അതായത് അരക്കെട്ട്. കൃശഹ എന്ന് വെച്ചാൽ വളരെ നേർത്തതാണ്. വഹസി, അങ്ങനെയുള്ള അരക്കെട്ട് എങ്ങനെയാണ് ഈ മാറിടങ്ങളെ വഹിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. യത്ര ദൃശി ശ്രിതാ മേ, ഇത്തരം കാഴ്ചകൾ മേ, എൻ്റെ കണ്ണുകളെ വളരെയധികം ആകർഷിക്കുന്നു നിന്നിലേക്ക്. പങ്ക അരുണഹ, പങ്കം എന്ന് വെച്ചാൽ പൊടി, അരുണം എന്ന് വെച്ചാൽ ചുവന്ന നിറത്തോടു കൂടിയ പൊടി. സുരഭി എന്നാൽ അതിന് നല്ല സുഗന്ധവുമുണ്ട്. അത് ആത്മവിഷാണേ, ആ നിന്റെ മാറിടങ്ങളിൽ നീ പൂശിയിട്ടുള്ള സുഗന്ധമുള്ള ചുവന്ന നിറത്തിലുള്ള എന്തെങ്കിലും ഒരു കുങ്കുമമായിരിക്കാം പുരട്ടിയിട്ടുണ്ടാവുക. ആ കുങ്കുമത്തിൻ്റെ സുഗന്ധം, ആ വർണ്ണം, ആ പൊടി. ഏന ആശ്രമം, എൻ്റെ ഈ വാസസ്ഥലം, ഞാൻ വസിക്കുന്ന ഈ വസസ്ഥലം മുഴുവൻ. സുഭഗ എന്ന് വെച്ചാൽ അല്ലയോ സൗഭാഗ്യവാനേ, അപ്പോഴും ഒരു പുരുഷനെ പോലെ വിളിക്കുകയാണ്. എൻ്റെ ഈ ആശ്രമം മുഴുവൻ സുരഭീകരോഷി, സുഗന്ധപൂരിതമാക്കുന്നു. നിന്റെ മാറിടത്തിൽ പൂശിയിരിക്കുന്ന ചുവപ്പ് നിറത്തിലുള്ള ആ കുങ്കുമപ്പൊടികളുടെ സുഗന്ധം എൻ്റെ ഈ വാസസ്ഥലത്തെ, ഈ ആശ്രമ അന്തരീക്ഷത്തെ മുഴുവൻ സുഗന്ധപൂരിതമാക്കിയിരിക്കുന്നു. ഇനി ശ്ലോകം 12. ലോകം പ്രദർശയ സുഹൃത്തമ താവകം മേ യത്രത്യ ഇത്തം ഉരസൗ അവയവൗ അപൂർവൗ അസ്മത് വിദസ്യ മന ഉന്നയനൗ ബിഭർത്തി ബഹു അദ്ഭുതം സരസ രാസസുധാതി വക്ത്രേ. ഇനി ചോദിക്കുകയാണ്, സുഹൃത്തമ, അല്ലയോ എൻ്റെ സുഹൃത്തേ. അപ്പോഴും പുരുഷനോട് ചോദിക്കുന്ന പോലെ, അല്ലയോ സുഹൃത്തേ. താവകം, നിന്റെ ലോകം, നീ വസിക്കുന്ന ലോകം എന്ന് വെച്ചാൽ വാസസ്ഥലം. മേ, എനിക്ക് പ്രദർശയ, ഒന്ന് കാണിച്ചു തരൂ. നിന്റെ സ്ഥലം, നീ താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് എനിക്ക് ഒന്ന് കാണിച്ചു തരൂ. കാരണം ഇത്രയ്ക്ക് മനോഹരമായ രൂപഭംഗിയോടുകൂടിയ ആളുകളാണോ അവിടെ താമസിക്കുന്നത് എന്ന് അറിയാൻ ഒരു ആഗ്രഹം എന്ന്. അതാണ് ആ പറയുന്നത്. എത്രത്യ, ഏതൊരു സ്ഥലത്താണോ ഇത്തം ഇപ്രകാരം ഉരസൗ, അതായത് ഉയർന്ന മാറിടങ്ങളും അവയവങ്ങളും അപൂർവമായ അവയവങ്ങളോടും കൂടിയ ആളുകൾ താമസിക്കുന്നത്. അസ്മത്, അതായത് അസ്മത് വിദസ്യ, എന്നെപ്പോലെയുള്ള എന്നെപ്പോലെയുള്ള ലൗകികർക്ക് മന ഉന്നയനവും, മനസ്സിനെ പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള ബഹു അദ്ഭുതം, അത്യധികം അത്ഭുതമായ സരസ എന്ന് വെച്ചാൽ മധുരമായ വാക്കുകളും, രാസം എന്ന് വെച്ചാൽ രാസസുധാതി എന്ന് വെച്ചാൽ കാമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അംഗവിക്ഷേപങ്ങളോടും കൂടിയവരും. ഇനി സരസ എന്ന് വെച്ചാൽ മനോഹരമായ വാക്കുകൾ വഹിക്കുന്ന വക്ത്രേ, മുഖവും. ഇതെല്ലാം ബിഭർത്തി എന്ന് വെച്ചാൽ ഇതെല്ലാം വഹിക്കുന്ന ആളുകൾ താമസിക്കുന്ന ആ സ്ഥലം എവിടെയാണ് എന്ന് എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അല്ലയോ സുഹൃത്തെ, നിന്റെ വാസസ്ഥലം എവിടെയാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരാമോ? അസ്മത് വിദസ്യ, എന്നെപ്പോലെയുള്ള ലൗകികരുടെ മനസ്സിനെ പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള അംഗങ്ങളും ശരീരാവയവങ്ങളോടു കൂടിയതും മധുരമായ വാക്കുകൾ വർഷിക്കുന്ന മുഖത്തോടും മനോഹരമായ പുഞ്ചിരികളോടും കൂടിയ നിങ്ങളെപ്പോലെയുള്ളവർ വസിക്കുന്ന ആ സ്ഥലം എവിടെയെന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ സ്ഥലം എവിടെയാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്നൊക്കെ അദ്ദേഹം ആ തപസ്സിൽ നിന്ന് എണീറ്റ ഉടനെ കണ്ണിൽ അടുത്ത
അടുത്ത് കണ്ട ആ സ്ത്രീയുടെ സൗന്ദര്യത്തെ ആ നിമിഷമാണ് അദ്ദേഹം വർണ്ണിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് പൂർണ്ണമായും ആ ആത്മാവിൽ ലയിച്ചിട്ടില്ല. അദ്ദേഹത്തിന് സന്താനലബ്ധി, മക്കള്, കുടുംബജീവിതം ആസ്വദിക്കാനുള്ള ആഗ്രഹം ധാരാളമായിട്ട് മനസ്സിലുണ്ടായിരുന്നു. ഒരുപാട് മോഹങ്ങൾ, പിതൃലോകം പ്രാപിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ബ്രഹ്മദേവൻ ആ ഒരു പൂർവ്വചിത്തിയെ അങ്ങോട്ട് പറഞ്ഞയച്ചതും അവളിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് ആകൃഷ്ടമാവുകയും ചെയ്തത്. മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ നോക്കാം.